നമുക്കിപ്പം പ്രസാദ് ഗുഡ് മോർണിംഗ്. അങ്ങനെ പൂരം ഇങ്ങെത്തി ഒരു നാടിൻ്റെ ഒരു വർഷമായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. പല പല കാര്യങ്ങളൊക്കെ ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ആ പൂര നാളിൽ നിൽക്കുകയാണ് നമ്മൾ. പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് എത്തുമ്പോൾ എങ്ങനെയുണ്ട് വൈബ്? ഗുഡ് മോർണിംഗ് സേതു. വൻ വൈബ് തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ കാലത്തും പൂരക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂരാവേശം അറിയാതെ തന്നെ മനസ്സിൽ നിറയും എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ പൂരവിളംബരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. നമുക്കിവിടെ കാണാം, തെക്കേ ഗോപുര നടയിൽ അലങ്കാരപ്പണികളെല്ലാം തന്നെ നടക്കുന്നു. പുഷ്പങ്ങളെല്ലാം തന്നെ വെച്ചുകൊണ്ട് തെക്കേ ഗോപുര നടയിൽ നിൽക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ തിരക്കിലാണ് അവിടെയുള്ള ക്ഷേത്രം ജീവനക്കാരും എല്ലാം തന്നെയുള്ളത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഓരോ ആളുകളും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ സമയത്തും ഈ പൂരവിളംബരം എന്ന് പറയുന്നത് സാധാരണയെല്ലാം ആദ്യം ഇത്രയേറെ ആവേശത്തോടു കൂടി ഒരു പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് ഓരോ പൂരം കഴിയുമ്പോഴും ഈ പൂരവിളംബരം വരുന്നു എന്നുള്ളതാണ്. നേരത്തെ ലെവിൻ പറയുന്നത് പോലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ പൂരവിളംബരത്തിന് വന്ന സമയം തൊട്ട് മുതൽ അതിനെ കാണുന്നതിന് വേണ്ടി വരുന്നതാണ്. പിന്നീട് ഇപ്പം കഴിഞ്ഞ 6 വർഷമായി എറണാകുളം ശിവകുമാറാണ് നീതലക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി ഈ തെക്കേ ഗോപുര നട തള്ളിത്തുറക്കാൻ വേണ്ടി വരുന്നത്. എന്തായാലും പൂരവിളംബരത്തോടു കൂടി തന്നെ പൂരനഗരി മുഴുവൻ അതിൻ്റെ ഒരു ആവേശത്തിലേക്ക്, അതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള ആവേശങ്ങളിലേക്ക് വന്നു. ഈ പൂരവിളംബരം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ്. പിന്നെ നാളെ രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തോടുകൂടി 36 മണിക്കൂർ നീളുന്ന പൂര കാഴ്ചകളാണ് നമുക്കുള്ളത്. ഈ 36 മണിക്കൂർ എന്ന് പറയുന്നത് ഓരോ 12 മണിക്കൂറും, ആദ്യത്തെ 12 മണിക്കൂർ എന്ന് പറയുന്നത് മേളങ്ങളാണ്. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് തുടങ്ങിച്ച് 8 ചെറുഘടക പൂരങ്ങളുടെ വരവ്, പിന്നീട് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളത്ത്, അതോടൊപ്പം തന്നെ കുടമാറ്റം. ഈ കുടമാറ്റം വരെയുള്ള ഈ 12 മണിക്കൂർ ചടങ്ങ് എന്ന് പറയുന്നത് അത്രയേറെ ആവേശമാണ്. ഈ പൂരത്തിലെ ഏറ്റവും മേളം എന്ന് പറയുന്നത് അതിനകത്ത് പാണ്ടിമേളമുണ്ട്, പഞ്ചാരിമേളമുണ്ട്, പഞ്ചവാദ്യമുണ്ട്, അങ്ങനെ ത്രിപുടയുണ്ട്, ചെമ്പടയുണ്ട്. അങ്ങനെ മേളം ആസ്വദിക്കാൻ കഴിയുന്ന എലഞ്ഞിത്തറ മേളമുണ്ട്. എലഞ്ഞിത്തറ മേളം പാണ്ടിമേളം തന്നെയാണ്, പക്ഷേ എലഞ്ഞിത്തറ മേളം അതിനേക്കാൾ വലിയ ആവേശമാണ്. മടത്തിൽ വരവ് പഞ്ചവാദ്യം. അങ്ങനെ ഇതിൻ്റെ മേളവും താളവും എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു 12 മണിക്കൂർ. ആ 12 മണിക്കൂറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കുടമാറ്റം വരുന്നു. പിന്നെ വർണ്ണക്കാഴ്ചകളാണ്. പിന്നീടുള്ള ഒരു 12 മണിക്കൂർ എന്ന് പറയുന്നത് ഇതിൻ്റെ തനിയാവർത്തനങ്ങളാണ്. പൂരത്തിൻ്റെ തനിയാവർത്തനം വരുന്നു. പുലർച്ചെ വെടിക്കെട്ടോടുകൂടി ആ 12 മണിക്കൂറിലെ ചടങ്ങുകൾ അങ്ങോട്ട് കഴിയുന്നു. പിന്നീടുള്ള 12 മണിക്കൂർ എന്ന് പറയുന്നത് പകൽപൂരമാണ്. സാധാരണ പറയുക, തൃശ്ശൂരുകാരുടെ പൂരം എന്ന് പറയുന്നത് പകൽപൂരമായിട്ടാണ് വിശേഷിപ്പിക്കുക. പിന്നീട് ഈ തനിയാവർത്തനം കഴിഞ്ഞ് പുലർച്ചെ വെടിക്കെട്ടും കഴിഞ്ഞ് അതിനുശേഷം ഇതിൻ്റെ പകൽപൂരം രാവിലെ ആ ചടങ്ങ് വീണ്ടും എഴുന്നള്ളത്ത് വരുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും എഴുന്നള്ളത്ത്, അവിടെ ചെറിയ കുടമാറ്റം, അതോടൊപ്പം തന്നെ മേളങ്ങൾ, അത് കഴിഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്നു, പിന്നെ ആറാട്ട്. ഇതെല്ലാം കഴിയുമ്പോൾ പൂരത്തിൻ്റെ ചടങ്ങുകൾ. അങ്ങനെ 36 മണിക്കൂർ നേരം നാളെ രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തോടു കൂടി തുടങ്ങുന്ന ആ പൂരക്കാഴ്ച കാണാൻ വേണ്ടി ഈ തൃശ്ശൂരുകാർ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തു നിന്നും അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നും വിദേശത്തു നിന്നും എല്ലാം ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളെല്ലാം